പരിക്കുകൾ വേട്ടയാടിയേക്കരെ. നെയ്മർക്ക് പഴയ ഫോമിലേക്ക് തിരിച്ചു വരൂ സാധിക്കുമോ എന്ന ചോദ്യം എൻ്റെ മനസ്സിലിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഞാനടങ്ങുന്ന മലയാളികൾക്ക് നെയ്മർ എന്ന പേര് കേൾക്കുന്നതിന് മുന്നേ തുടങ്ങിയതാണ് ബ്രസീലിയൻ ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത ഭ്രമം. ഏതൊരു കടുത്ത ബ്രസീലിയൻ ആരാധകനെ സംബന്ധിച്ചിടത്തോളം നെയ്മർ എന്നാൽ ബ്രസീൽ ടീമിൻ്റെ പര്യായമൊന്നുമായിരുന്നില്ല. ഇതിഹാസങ്ങൾക്കൊട്ടും പഞ്ഞമില്ലാത്തൊരു നാട്ടിലെ മറ്റൊരു അസമാന പ്രതിഭ മാത്രമായിരുന്നു അയാൾ. വസ്തുതകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും 90കളുടെ അവസാനങ്ങളിൽ ജനിച്ച തലമുറയിലെ ബ്രസീലിയൻ ആരാധകരുടെ ആദ്യത്തെ യുവ ഹീറോ നെയ്മർ തന്നെയായിരിക്കും. തൻ്റെ പല മുൻഗാമികളെയും പോലെ അയാളിലെ പ്രതിഭയെ അവരുടെയും ലോക ഫുട്ബോളിലെ രാജാവായ പെലെയോട് നിരന്തരം താരതമ്യം ചെയ്തുകൊണ്ടേയിരുന്നു. പുതിയ പെലെ എന്ന ഒരു ജനതയുടെ സ്വപ്നഭാരം പേറി പന്ത് കെട്ടാൻ ഈ തലമുറയിൽ നിന്നും വിധിക്കപ്പെട്ട നെയ്മർ ഒരിക്കലും പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിയില്ല. രാജ്യാന്തര തലത്തിലും ക്ലബ് തലത്തിലും ശരാശരിക്ക് മുകളിലുള്ള പ്രകടനം അയാൾ തുടർച്ചയായി പുറത്തെടുത്തുകൊണ്ടേയിരുന്നു. രാജ്യാന്തര തലത്തിൽ കളിച്ച മത്സരങ്ങളുടെ പ്രകടനം കണക്കിലെടുത്താൽ താൻ കളിച്ച കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച താരമായി മാറുവാൻ അയാൾക്ക് സാധിച്ചിരുന്നു എന്നതായിരുന്നു വാസ്തവം. ഇതിഹാസങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും രാജ്യാന്തര തലത്തിൽ കളിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് വൈകാരിക പ്രഖ്യാപനങ്ങൾക്കും അപ്പുറം കണക്കുകളുടെ പിൻബലമുള്ള അയാളുടെ നേട്ടങ്ങൾ. പുതിയ പെലെ എന്നതൊക്കെ ബ്രസീലുകാരുടെ വ്യാമോഹം മാത്രമായിരുന്നുവെങ്കിലും കാൽപന്ത് പ്രേമികൾക്കിടയിൽ ആഘോഷിക്കപ്പെടാനുള്ള ബ്രസീലിയൻ ജനിതക ഗുണങ്ങൾ അയാളിൽ ആവോളമുണ്ടായിരുന്നു. ആ പ്രതിഭാസമ്പത്ത് കൈമുതലാക്കിയ ഉയരങ്ങളിലേക്ക് അയാൾ ഡ്രിബിൾ ചെയ്ത് മുന്നേറുമ്പോഴാണ് ഒരു ഫുട്ബോൾ താരത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ പല പരിക്കുകളും അയാളെ വേട്ടയാടാൻ ആരംഭിക്കുന്നത്. 2014 ലോകകപ്പിൽ സുനികയുടെ ചവിട്ടുകൊണ്ട് നട്ടെല്ലിന് പരിക്ക് പറ്റി പുറത്തു പോയത് മുതൽ ചെറുതും വലുതുമായ ഒരുപാട് പരിക്കുകൾ അയാൾ നിരന്തരം നേരിട്ടുകൊണ്ടിരുന്നു. അതിൽ കായിക താരങ്ങൾ ഒരിക്കലും ഇരയാകരുതെന്ന് ആഗ്രഹിക്കുന്ന, ഭേദമായാലും ഒഴിയാബാധ പോലെ വേട്ടയാടുന്ന ലിഗ്മെന്റ് ആങ്കിൾ മെറ്റാഡാസിൻ എന്ന ഗുരുതര പരിക്കുകൾ കൂടി അയാൾക്ക് പിടിപെട്ടിരുന്നു. അവ അയാളെ വിടാതെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അയാൾക്ക് പല നിർണായക മത്സരങ്ങളും ടൂർണമെൻറ്റുകളും വരെ നഷ്ടമായിക്കൊണ്ടേയിരുന്നു. നിലവിൽ 2026 വേൾഡ് കപ്പിലേക്കുള്ള ക്വാളിഫയർ മത്സരങ്ങൾ പോലും അയാൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ പരിക്കുകളുടെ സ്വഭാവം പരിഗണിച്ചാൽ അയാളിൽ നിന്നും ഇനിയൊരു ഫുട്ബോൾ താരത്തിന് അനിവാര്യമായ ആരോഗ്യത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് അപ്രാപ്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. അതിനർത്ഥം ഏതാണ്ട് 9 വർഷങ്ങൾക്ക് ശേഷം നെയ്മറില്ലാത്തൊരു ബ്രസീലിയൻ സിസ്റ്റത്തിന് തറക്കല്ലിടുവാൻ സമയമായെന്ന് കൂടിയാണ്. നെയ്മർ ടീമിന് അത്രമേൽ അഭിവാജ്യ ഘടകമായിരുന്നാൽ തന്നെ തീർത്തും അനായാസമായി കടന്നു ചെല്ലാവുന്ന ഒരു മാറ്റമല്ല അത്. നെയ്മർക്ക് പൂർണ്ണമായ ആരോഗ്യസ്ഥിതിയിലേക്ക് മടങ്ങിപ്പോകുവാൻ ഇനിയൊരു പക്ഷേ അത്ഭുതം സംഭവിക്കേണ്ടി വരും. കാരണം അയാൾക്ക് സംഭവിച്ചിട്ടുള്ള ആങ്കിൾ മെറ്റാഡാസിൻ പരിക്കുകളിൽ നിന്നും പൂർണ്ണമായൊരു മുക്തി പലപ്പോഴും എളുപ്പത്തിൽ സാധ്യമാകാറില്ല. എങ്കിലും സാധ്യമല്ലാത്ത പലതും സംഭവിക്കുമ്പോഴാണല്ലോ നമ്മളതിനെ അത്ഭുതമെന്ന് വിളിക്കാറുള്ളത്. സാന്റോസിലേക്കുള്ള മടങ്ങിപ്പോക്ക് പുതിയൊരു നെയ്മറിനെ സമ്മാനിക്കുമെന്ന് ഇന്നും വിശ്വസിക്കുന്നുണ്ട്. മുന്നോട്ട് അധികമൊന്നുമില്ലെങ്കിൽ കൂടി ബാക്കി വയ്ക്കുന്ന സാമ്പാശൈലികൾ കൊണ്ട് ആനന്ദിപ്പിക്കുന്ന നെയ്മർ തിരിച്ചു വരുന്നത് കാത്തിരിക്കുന്നത് ഒരു ജനറേഷൻ തന്നെയാണ്. അവർ നിങ്ങൾ വീണുപോയ ആ നിലത്തിൽ തന്നെ ഇന്നും കാത്തിരിക്കുന്നുണ്ട്. അവിടെ മുതൽ തന്നെ നിങ്ങൾ ഉയർത്തിയേക്കുന്നത് ദർശിക്കുവാനായി. പഴയ പലതും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ നെയ്തെടുക്കുന്ന ഫ്രീ കിക്കിലൂടെയും കൂകി വിളിച്ച ആരാധകർക്ക് മുന്നിൽ മഴവില്ല് കണക്കെ വളച്ചെത്തിച്ച കോർണറിലൂടെ നിങ്ങൾ ജനിപ്പിച്ചെടുത്തത് അവരെയായിരുന്നു, ഞങ്ങളെയായിരുന്നു, നെയ്മർ യുഗത്തിൽ പിറന്നവരെയായിരുന്നു. അത് അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ ഒരിക്കൽ കൂടി ഈ ഫുട്ബോൾ ലോകത്തിന് സുൽത്താനായി തീരുക തന്നെ ചെയ്യും. വെയിറ്റ് ഫോർ ദാറ്റ് മൊമെന്റ്സ്.